തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം, ഒന്ന്, ബി ജെ പിയുടെ മത്സരവും, രണ്ട്, കെ മുരളീധരൻ നേതൃത്വം നൽകുന്നു കോൺഗ്രസിൻ്റെ കൗൺസിലർ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നത്. കെ മുരളീധരനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കളം നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ബി ജെ പി കെ മുരളീധരനെ ഭയക്കണോ? മുരളീധരൻ്റെ ഒരു വിചാരം, നേമത്ത് പരാജയപ്പെടുത്തിയല്ലോ, ഇവർ തുറന്ന അക്കൗണ്ട് പരാജയപ്പെടുത്താൻ വടകരയിൽ നിന്നെത്തിയ എന്നെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ തൃശ്ശൂരിൽ എവിടെ പോയി? കെ മുരളീധരൻ കോൺഗ്രസിനൊരു രക്ഷകനാണ്. എപ്പോഴും തെക്ക് വടക്ക് ഓടി നടക്കുകയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലം വളരെ സുരക്ഷിതമായി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു മുരളീധരൻ. വളരെ സുരക്ഷിതമായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ 19 വടകരയിലേക്ക് വണ്ടി കയറ്റി വിട്ടു. അതുകൊണ്ട് കോൺഗ്രസിനുണ്ടായ നഷ്ടമെന്താണ്? വട്ടിയൂർക്കാവ് മണ്ഡലം CPM-ന്റെ കൈകളിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് അത് കഴിഞ്ഞിട്ട് വടകരയിൽ നിന്ന് നേമത്ത് കൊണ്ടുവരുന്നു, മത്സരിപ്പിക്കുന്നു. പിന്നെയും വടകരയിലേക്ക്, പിന്നീട് വടകരയിൽ ഒരുങ്ങുന്ന അവസരത്തിലാണ് അവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ ഇവിടെ രക്ഷകനായിട്ട് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് വളരെ ദയനീയ അവസ്ഥയിലാണ്. 10 പേർ മാത്രമാണുള്ളത്. 100 കൗൺസിലർമാർ ഉണ്ടായിരുന്ന ഇടത്ത് 10 പേർ മാത്രം. ഇപ്പോൾ 101 ആ 10 പേരും വേണ്ട തരത്തിന് ഒരു മികച്ച പ്രകടനമല്ല ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ അരുവിക്കര MLA ആയിരുന്ന 2021 സ്റ്റീഫനോട് പരാജയപ്പെട്ടു. ശബരിനാഥിനെ, അതായത് മുൻ മന്ത്രിയായിരുന്ന G. കാർത്തികേയന്റെ മകൻ ശബരിനാഥിനെ തിരുവനന്തപുരത്ത് കളത്തിൽ ഇറക്കിയിരിക്കുകയാണ്. വളരെ മർമ്മപ്രധാനമായിട്ടുള്ള വാർഡിൽ തന്നെയാണ് മത്സരിക്കുന്നത്. അത് മേയർ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇനി മുരളീധരനല്ല ആരിറങ്ങിയെന്ന് പറഞ്ഞാൽ പോലും അത് പച്ച പിടിക്കുമെന്ന് നമുക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. മുരളീധരൻ ഫൈറ്റ് ചെയ്യുന്നത് അത്രയും രാജീവ് ചന്ദ്രശേഖറിനെതിരെയാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ രാഷ്ട്രീയം ഇവിടെ വിലപ്പോകില്ലെന്നാണ് മുരളീധരൻ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ രാഷ്ട്രീയം പരമ്പരാഗത രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യാസമാണ്. മുരളീധരന്റെ രാഷ്ട്രീയം വ്യത്യസ്തമാണ്. കാരണം രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ആളാണ് മുരളീധരൻ. അതുകൊണ്ട് മുരളീധരനെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട, മാർപ്പാപ്പയെ കുമ്പസരിപ്പിക്കാൻ പഠിപ്പിക്കണ്ട എന്ന് പറയുന്നത് പോലെ മുരളീധരനെ ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ മുരളീധരന് മുൻപ് പഴകിയ ചില രാഷ്ട്രീയ രീതികൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയാണല്ലോ മുരളീധരൻ എത്തി നിൽക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മുൻ കേന്ദ്ര സഹമന്ത്രി കൂടിയായിരുന്നു. ഈ പുതിയ തലമുറ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് ഈ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയമല്ല. രാവിലെ കക്ഷത്തില് ഒരു ഡയറി ഇടുക്കിക്കൊണ്ടിറങ്ങുന്നതല്ല രാഷ്ട്രീയമെന്നാണ് പുതുതലമുറ പഠിച്ചിട്ടുള്ളത്. അവർക്കൊരു ന്യൂജൻ രാഷ്ട്രീയമുണ്ട്, ഒരു വികസന രാഷ്ട്രീയമുണ്ട്, ഒരു ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് ആണ്. അവരതാണ് കാണുന്നത്. അത് ആരുടെ ഭാഗത്ത് നിന്നുണ്ടായാലും അതിനെ അംഗീകരിക്കും. അത് BJP ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും അതിനെ അംഗീകരിക്കുന്ന ഒരു സമീപനമാണ് പുതുതലമുറയിൽ നിന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് CPM-ലെ ഈ SFI-ക്കാരൊക്കെ തന്നെ ഒരുവിധം നല്ല ചിന്താശേഷിയുള്ളവരൊക്കെ പിൽക്കാലത്ത് അവിടെ വിട്ടുപോയത്. കാരണം അവിടെ നിന്ന് ചിന്താശേഷി വളർത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഗുണ്ടായിസം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് നഗരസഭയിലേക്ക് BJP-യെ ഭരിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ താഴ്ത്തിക്കൊണ്ടുവരുമെന്നാണ് മുരളീധരൻ പറയുന്നത്. ഒന്ന് ആലോചിക്കണം,
10 സീറ്റിൽ മാത്രം നിൽക്കുകയാണ്. മിക്കവാറും അത് അധികം വൈകാതെ രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ കോൺഗ്രസിന് ഏത് സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്, അതേ അവസ്ഥയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിൽ നിന്ന് മുരളീധരനെ ഇറക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ കരകയറ്റാമെന്നാണ് പാർട്ടി നേതൃത്വം കരുതുന്നത്. മുരളീധരനെ ഇടയ്ക്ക് ഏതെല്ലാം തരത്തിൽ ഒതുക്കാമെന്നുള്ളത് നോക്കി പലരും തന്ത്രപൂർവ്വം ഇങ്ങനെ പയറ്റിക്കൊണ്ടുവരികയായിരുന്നു. വട്ടിയൂർക്കാവിൽ നിർത്തി മത്സരിപ്പിക്കാം, വട്ടിയൂർക്കാവിൽ നിർത്തിയാൽ പരാജയപ്പെടും എന്ന് കണ്ടതുകൊണ്ടാണ് മുരളീധരൻ നിയമസഭയിലേക്ക് ഗുരുവായൂരോ അല്ലെങ്കിൽ കൊടുവള്ളിയോ കണ്ടുവച്ചിരിക്കുന്നത്. രണ്ടും ലീഗിൻ്റെ സീറ്റുകളാണ്. ലീഗ് വിട്ടുകൊടുക്കാനും തയ്യാറാണ്. അതായത് കോൺഗ്രസുമായിട്ട് സീറ്റ് വെച്ചു മാറും. അവരുടെ മണ്ഡലമാകുമ്പോൾ യാതൊരു തരത്തിലുള്ള പാരവെപ്പോ പാലം വലിയോ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പോയി നിന്നാൽ സുരക്ഷിതമായിട്ട് നിയമസഭയിൽ എത്താമെന്ന് മുരളീധരനും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ കേരള രാഷ്ട്രീയത്തിലേക്ക് പറ്റിയ ഒരു ഫിഗർ അല്ല രാജീവ് ചന്ദ്രശേഖർ എന്നാണ്. ഈ ഫിഗർ അല്ലാത്തത് കൊണ്ടാണോ തരൂരിനോ വലിയ വെല്ലുവിളിയായിട്ട് നിന്നത് 2024 വെറും 15,000 വോട്ടിന് മാത്രമല്ലേ പരാജയപ്പെടുത്തിയത്? അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാണുന്ന ഒരു തിരുവനന്തപുരത്തിനെ കുറിച്ച് അദ്ദേഹത്തിനൊരു വിഷൻ ഉണ്ടെന്നുള്ളതാണ്. ആ വിഷൻ എന്താണ് എന്നുള്ളതും കൃത്യമായി തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിട്ടുള്ളതുമാണ്. അത് ഭാവിയിലും ഇവിടെ ആ വിഷൻ ഈ തിരുവനന്തപുരത്തിന് നടപ്പിലാക്കി കിട്ടുമെന്നുള്ളതാണ്. എത്ര കോൺഗ്രസ്സുകാർ ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുണ്ട്? തദ്ദേശികളും ഇവിടുത്തുകാരല്ലാത്തവരുമായിട്ട്. തിരുവനന്തപുരം എവിടെ നിൽക്കുന്നു? തിരുവനന്തപുരം പഴയതുപോലെ തന്നെ വഞ്ചി തിരുനക്കര തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ മുരളീധരനെ പലതരത്തിലും രാജീവ് ചന്ദ്രശേഖറും പരിഹസിക്കുന്നുണ്ട്. കിങ്ങിണിക്കുട്ടന് പ്രത്യേകിച്ചൊരു റോളൊന്നും ഉണ്ടാകില്ല ഇവിടെ. കിങ്ങിണിക്കുട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ പഴയ രമേശൻ നായർ എഴുതിയ റേഡിയോ നാടകമാണ്. അത് വലിയ വിവാദമുണ്ടായതാണ്. രമേശൻ നായർ ആ നാടകം എഴുതി കഴിഞ്ഞ് അത് റേഡിയോയിൽ നാടകോത്സവ കാലത്താണ് അത് പ്രക്ഷേപണം ചെയ്തത്. ഇത് വലിയ കോളിളക്കം ഉണ്ടാക്കി. DC ബുക്സിന് ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞ ഒരു പുസ്തകം കൂടിയായിരുന്നു ഈ കിങ്ങിണിക്കുട്ടൻ. രമേശൻ നായർ കൊടുവിൽ പോർട്ട് ബ്ലെയറിലേക്ക് സ്ഥലം മാറ്റം വരെ കൊടുത്തു എന്നുള്ളതാണ്. അത് കരുണാകരനല്ലേ ആള്. കരുണാകരനെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കാം. അങ്ങനെ രമേശൻ നായർക്ക് തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ നിന്ന് വരെ പോകേണ്ട അവസ്ഥയും ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ആ കിങ്ങിണിക്കുട്ടനെ തന്നെയാണ് ഇപ്പോൾ ഈ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ വിരൽ ചൂണ്ടി പറയുന്നത്, കിങ്ങിണിക്കുട്ടനൊന്നും വന്നാൽ ഇത് തിരുവനന്തപുരത്ത് ഞങ്ങളെ തൊടാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ഒരു വലിയ പോരാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. BJPയെ ഇവർ ഭയക്കുന്നുണ്ട് കോൺഗ്രസ്സുകാർ. കാരണം മുരളീധരൻ തന്നെ പറയുന്നുണ്ട് 60-65 വാർഡുകളിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ലീഡ് ഉണ്ടായിരുന്നു ഇവർക്ക്. അത് നിലനിർത്താൻ കഴിയില്ലെന്നാണ് മുരളീധരൻ്റെ അഭിപ്രായം. പക്ഷേ എന്തായാലും മുരളീധരനെ ഇറക്കിയത് കൊണ്ട് കോൺഗ്രസിനകത്തൊരു പുതുജീവൻ വന്നിട്ടുണ്ട്. ഇവിടെ ചില കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കൗൺസിലർമാരായിട്ട് മത്സരിക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരു ഉണർവ് വന്നു. അതേതായാലും നന്നായിട്ടുണ്ട്. പക്ഷേ BJP അതിശക്തമായിട്ട് നിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസ്സുകാർക്ക് വലിയ ഭയവും ഉണ്ട് എന്നുള്ളതാണ്. കാരണം നിലം തൊടാത്ത ഒരവസ്ഥയിലേക്ക് പോകുമോ എന്നും അറിയത്തില്ല. എന്തായാലും BJP മുരളീധരനെ അങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.